ഞങ്ങൾ മഹാന്മാരെ വിളിച്ച് ഇസ്തിഗാസയാണ് നടത്തുന്നത്, അഥവാ സഹായം തേടുകയാണ്, അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല. അങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നത് സലഫികളുടെ, മുജാഹിദുകളുടെ, അഹ്ലുസുന്ന വക്താക്കളുടെ ആരോപണമാണ്. അവർ കളവ് പറയുകയാണ്, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് തൻ്റെ മുമ്പിലുള്ള ആളുകളോട് മുസ്ലിയാർ പറയാൻ ശ്രമിച്ചു. ആ ഭാഗം നമ്മളൊന്ന് കേൾക്കുക. നമ്മളും പറയുന്നില്ല ഔലിയാക്കളോടുള്ള ഇസ്തിഗാസയെ. നമ്മൾ ഇസ്തിഗാസ നടത്തുന്നതിനെ പറ്റി നിങ്ങളാണ് വിളിച്ചു പ്രാർത്ഥിക്കുക എന്നിട്ട്, ഞങ്ങളല്ല. കേട്ടല്ലോ, അവർ സാങ്കേതികമായി നടത്തുന്ന ഇസ്തിഗാസയെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന രൂപത്തിൽ സമൂഹത്തോട് പറയുന്നത് സലഫികളാണ്. യഥാർത്ഥത്തിൽ മുസ്ലിയാർ പറഞ്ഞതാണ് കളവ്. എന്താ തെളിവ്? സമസ്തയുടെ 8ാം പ്രമേയം 1933 കേരളത്തിൽ സമസ്തയുടെ 6ാം സമ്മേളനം, 6ാം വാർഷിക സമ്മേളനം. ആ സമ്മേളനത്തിൽ വെച്ച് 8ാം പ്രമേയം എന്ന പേരിൽ പാസാക്കപ്പെട്ട പ്രമേയമാണിത്. ഈ പ്രമേയം അംഗീകരിക്കാത്ത ഒരാൾ ഖാസി, ഖതീബ്, ഇമാം എന്നീ സ്ഥാനത്തേക്ക് അർഹരുമല്ല, സുന്നികളല്ല. ഒരാൾ സുന്നിയാകണമെങ്കിൽ, ഒരു മുസ്ലിയാർ ഒരു മഹല്ലിലെ ഖാദിയാകണമെങ്കിൽ, ഇമാമാകണമെങ്കിൽ ഈ പ്രമേയത്തിൽ പറഞ്ഞ കാര്യം അയാൾ അംഗീകരിക്കണം. എന്താ സഹോദരങ്ങളെ പ്രമേയത്തിലുള്ളത്? മരിച്ചുപോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഇവരുടെ ദാത്ത്, ജാഹ്, ഹക്ക്, ബറക്കത്ത് എന്നിവ കൊണ്ടുള്ള തവസ്സുൽ, അഥവാ മരണപ്പെട്ട അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, അവർക്ക് പ്രത്യേകമായ സ്ഥാനമുണ്ട്, അവർക്ക് പ്രത്യേകമായ പോരിശയുണ്ട്, അവർക്ക് സ്വന്തമായ കഴിവുണ്ട്. ആ കഴിവ് ഇടയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് തേടുക. അതുകൊണ്ട് തീർന്നില്ല, നേരിട്ട് വിളിക്കൽ, നേരിട്ട് വിളിക്കുക എന്നത് ഇസ്തിഗാസയല്ല. മൂന്നാമത്തേതോ അവരോട് സഹായത്തിന് അപേക്ഷിക്കൽ. തവസ്സുലും പ്രാർത്ഥനയും ഇസ്തിഗാസയും മരണപ്പെട്ട അമ്പിയാക്കളോട്, ഔലിയാക്കളോട് ആകാമെന്ന് ഒരു പ്രത്യേക പ്രമേയം പാസാക്കി പഠിപ്പിച്ചത് സമസ്ത മുസ്ലിയാക്കന്മാരാണ്. ഇത് ഇവിടെ വന്ന് പ്രസംഗിച്ച മുസ്ലിയാർ കാണാത്ത വിഷയമൊന്നുമല്ല. ഇത് മുസ്ലിയാർ കണ്ടിട്ടുണ്ടാകും. പക്ഷേ എന്തെങ്കിലും കളവ് പറഞ്ഞ്, ആരോപണം പറഞ്ഞ് സമയം തീർക്കണം. പ്രിയപ്പെട്ട ഉള്ളാളുള്ള രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സമസ്തയുടെ ഭാഗമായി പോകുന്നവരെ, സമസ്തയുടെ പ്രമേയമാണ് ഈ ഉള്ളവൻ വായിച്ച് കേൾപ്പിച്ചത്. മുസ്ലിയാരോട് ചോദിക്കണം, സലഫികളല്ല നമ്മളെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്. നമ്മുടെ പ്രമേയത്തിൽ നേരിട്ട് വിളിക്കുക എന്ന പ്രയോഗമുണ്ടല്ലോ, അവിടെ ഇസ്തിഗാസ വേറെ പറഞ്ഞല്ലോ, നേരിട്ട് വിളിക്കൽ വേറെ പറഞ്ഞല്ലോ, തവസ്സുൽ വേറെ പറഞ്ഞല്ലോ. ഇതെല്ലാം ഒന്നാണെങ്കിൽ എന്തിനാണ് 3 രൂപത്തിൽ അത് പ്രത്യേകം പ്രമേയമാക്കി പഠിപ്പിച്ചത്? ചോദിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തീർന്നില്ല. ഇത് ഫതാവ മുഹീസുന്ന എന്ന പുസ്തകമാണ്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇന്നും AP വിഭാഗം സമസ്തയിലെ പ്രധാനപ്പെട്ട പണ്ഡിതനാണ്. ഈ ഫതാവ മുഹീസുന്നയുടെ 412ാമത്തെ പേര് നോക്കൂ നിങ്ങൾ. മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? മുസ്ലിയാരുടെ സംസാരത്തിൽ കേട്ടതെന്താ? വിളിച്ചു പ്രാർത്ഥിക്കൽ എന്നാക്കിയത് സലഫികളാണ്. അങ്ങനെയല്ല ഉസ്താദേ, ഇത് പൊന്മള ഉസ്താദിന്റെ പുസ്തകമാണ്. ഈ പുസ്തകത്തിലെ ചോദ്യം എന്താണ്? മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? എന്താ ഉത്തരം? അനുവദനീയമാണ്. ഖുർആനിലും ഹദീസിലും ഇത് പറഞ്ഞിട്ടുമുണ്ട്. അള്ളാഹുവിന്റെ പേരിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലും ശുദ്ധമായ കളവ് പറഞ്ഞുകൊണ്ട് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കാൻ ഫത്വ കൊടുത്തത് ഇന്നും തിരുത്തപ്പെട്ടിട്ടില്ല. ഇതെങ്ങനെ സലഫികൾ ആരോപണമാകുക? ഇതെങ്ങനെയാണ് മുജാഹിദുകളുടെ, അഹ്ലുസുന്നയുടെ വക്താക്കളുടെ ആരോപണമായി മാറുക?